പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവികാനേശ്വരിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവികാനുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഉദാഹരണം അവരുടെ അനുഭവത്തോട് ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. എല്ലാ വിധത്തിലും ദൈവം അനുഗ്രഹിച്ചൊരു കുടുംബം, സമ്പത്തിഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല മിടുക്കരായ 3 കുട്ടികൾ. അവര് സന്തോഷത്തോടെ മുമ്പോട്ട് പോയ കാലം, പ്രതീക്ഷിക്കാത്തൊരവസരത്തിൽ അവരുടെ അമ്മ 36 വയസ്സേ പ്രായമുള്ളൂ. ആ മകൾക്ക് പെട്ടെന്നൊരു രോഗം വന്ന് മരണത്തിന് വിധേയപ്പെട്ടു. ഈ അമ്മയുടെ അഭാവത്തിൽ തകർന്നുപോയ ഇവരുടെ ഈ കുടുംബത്തെ ഒന്ന് പടുത്തുയർത്തുവാൻ ഇവരെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവർക്ക് ഞാൻ ചുമ്മാ നിർദ്ദേശിച്ചു കൊടുത്ത ഒരു കാര്യം ഇപ്രകാരമാണ്: നിങ്ങളെ ഒരു 7 ദിവസത്തേക്ക് വൈകിട്ട് ദേവാലയത്തിൽ വരിക. ഞാനവിടുത്തെ വികാരിയാണ്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ദേവാലയം തുറക്കുന്നതിനും മറ്റുള്ളവരെ പ്രാർത്ഥിപ്പിക്കുവാനും ആ സമയത്തൊക്കെ കയറ്റി പ്രാർത്ഥിപ്പിക്കുന്നതിനുമൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ ദിവികാരനെയും എഴുന്നള്ളിച്ചു വയ്ക്കാം. നിങ്ങളപ്പനും മക്കളും ഈ കുടുംബത്തിൻ്റെ ഭാരം, അല്ലെങ്കിൽ ജീവിത പങ്കാളി പെട്ടെന്നുള്ള മരിച്ച് പോയതിൻ്റെ അകൽച്ച മാറിപ്പോകുന്നതിന് ദേവാലയത്തിൽ ദൈവതിരുസന്നിധിയിൽ പ്രണമിച്ച് അല്ലെങ്കിൽ കടന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ അവർ ദേവാലയം ചുംബിച്ച് ദേവാലയത്തിൽ ഒരു 10-15 മിനിറ്റോളം ദിവികാനനാഥന് മുമ്പിൽ കടന്ന് ഒരു 7 ദിവസം പ്രാർത്ഥിച്ച് അവര് പെട്ടെന്ന് മരിച്ചുപോയ കുടുംബനാഥയുടെ ആ വേർപാടിൻ്റെ ദുഃഖം തമ്പുരാന്റെ പക്കൽ കൊടുത്ത് അതിൽ നിന്ന് മോചനം നേടിയ ഒരു സംഭവം ഞാൻ പങ്കുവെക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മോഹം തോന്നിയാലും അതൊന്നും സാധിക്കണമെന്നില്ല. കാരണം അതിനുള്ള സാധ്യതകളൊക്കെ ഓരോ പള്ളിയിൽ വികാരച്ചനെയും മറ്റു കാര്യങ്ങളൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദേവാലയത്തിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച്, തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മ പെട്ടെന്നുള്ള മരണം, ചെറുപ്രായത്തിൽ മരണം അവർക്ക് താങ്ങാനാകാതെ വന്നപ്പോൾ ദിവികാനനാഥന്റെ സന്നിധിയിൽ അവര് പ്രണമിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ച് അവിടെ ദിവികാനനാഥനോടൊപ്പം അവരുടെ അമ്മയുമുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ അവർ ആ ദുഃഖം റിക്കവർ ചെയ്തപ്പോൾ അത് വലിയൊരു സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക, കുടുംബങ്ങളുടെ ആത്മീയ ജീവൻ ദിവികാരന് ബലിയർപ്പണമാണ് എന്നാണ്. അത് ദിവികാരണത്തിൽ നമുക്ക് എങ്ങനെ വേണേലും ഇടപെടാം. ഏത് വിശ്വാസത്തിന്റെ തലത്തിൽ നമുക്ക് അവിടുത്തെ കണ്ടെത്താം. നമുക്ക് ആഴമായ ബോധ്യങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മദർ തെരേസ പറയാറുണ്ട്, ഓരോ ദിനവും ഞാൻ ആരംഭിക്കുന്നത് അപ്പത്തിൽ മറിഞ്ഞിരിക്കുന്ന ദിവികാനനാഥനെ സ്വീകരിച്ചുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം, മദർ തെരേസ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിക്കുന്ന വിശുദ്ധയായ മദർ തെരേസ എന്നാണല്ലോ എല്ലാവരും വിളിച്ചിരുന്നത്. അവൾ അതിനുള്ള ശക്തി സംഭരിച്ചിരുന്നതും എല്ലാ ദിവസവും നന്മപ്പെടുത്തുക ചെയ്യാനായിട്ട് അവർക്ക് കൃപ ലഭിച്ചതുമൊക്കെ ദിവികാരുണ്യം സ്വീകരിച്ചത് കൊണ്ടാണല്ലോ. ജോസഫ് ബോർസി എന്ന ആള് ദിവികാരുണ്യത്തിൽ നീ വേണ്ട പോലെ വിശ്വസിക്കുന്നുവെങ്കിൽ വിശുദ്ധനാകുവാൻ നിനക്ക് അധികം പ്രയത്നിക്കേണ്ടി വരികയില്ല എന്നുള്ള സത്യവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വിശുദ്ധിയിൽ ചരിക്കുവാൻ, വിശുദ്ധരാകുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും അസാധ്യമാവില്ല. നമ്മൾ ദിവികാനനാഥനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവരുടെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ. ഈ സ്നേഹം അത്രമാത്രം നമ്മളെ വലയം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ കുഴപ്പം. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. അതെ, അത് വലിയ ശക്തിയാണ്. അപ്പൊ ദിവികാനനാഥന്റെ ശക്തി പലതരത്തിൽ പല രീതിയിൽ വിശ്വസിക്കുന്നവർക്ക് ഏതെങ്കിലും ഭാവത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും വഴി ദിവികാനനാഥനിലേക്ക് കൂടുതൽ അടുക്കുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേക്കുക. ദൈവം കൂടെയുണ്ട്. നമുക്ക് ഹൃദയത്തിൽ അവിടുത്തെ ആരാധിക്കാം. ദിവികാനനാഥനെ വിളിച്ച് സഹായം തേടാം. അവിടുത്തെ കേണപേക്ഷിക്കുന്ന ആരെയും അവിടുന്ന് ഉപേക്ഷിക്കാറില്ല. ശക്തിയിൽ, ദിവികാനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. അവിടുന്ന് ആശ്രയിക്കുന്ന ആരും ഉപേക്ഷിക്കപ്പെടുകയില്ല. ഏത് തകർച്ചയിലൂടെ പോയാലും ആ ആശ്വാസം നമുക്ക് പ്രത്യാശ പ്രദാനം ചെയ്യട്ടെ. അപ്പ കൈനീട്ടി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.